എല്ലാവർക്കും നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളെ പ്രായമായവർ വളരെ ശ്രദ്ധിച്ച് വിശ്വസിക്കാവൂ എന്ന് ഞാൻ ആമുഖമായി തന്നെ ഓർമ്മിപ്പിക്കട്ടെ. കാരണം നമ്മുടെ നാട്ടിൽ കൂടുതലും ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ കൂടുതലും ചെറുപ്പക്കാർ വിദേശത്തും പ്രായമുള്ളവർ നാട്ടിലും ഉള്ളപ്പോൾ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി, അത് കൂടുതലും ഫേസ്ബുക്കിലാണ്, ചേടത്തിൽ നിന്നും പിന്നെ അമ്മായിയിൽ നിന്നും അങ്കിളിൽ നിന്നും ഒക്കെ കൂട്ടി ഇങ്ങനെ ചാനലുണ്ടാക്കുക. ഈ ഇലക്ഷന് വേണ്ടി മാത്രം ഉണ്ടാക്കിയേക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന ചാനൽ ഫേസ്ബുക്കിൽ കൂടെ ചില പോസ്റ്റുകളും ചില സംവിധാനമൊക്കെ ഉണ്ടാക്കി അങ്ങ് അടിച്ചു വിടും. അങ്ങനെ അടിച്ചു വിടുന്നത് രാഷ്ട്രീയ കുതന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ അങ്ങനത്തെ ഒരു പോസ്റ്റ് കണ്ടത് ഒരു മാസം മുമ്പാണ് കണ്ടത്. ആ പോസ്റ്റ് ഇതാണ്: പാലാ MLA മാണി കാപ്പന് നിയമസഭയിലെ അദ്ദേഹത്തിൻ്റെ ഹാജര് 10% ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഈ മാണി കാപ്പൻ എന്ന് പറയുന്ന MLA പക തോന്നി. ഈ മനുഷ്യനെ ജനം ഇതുപോലെ ജയിപ്പിച്ച് വിട്ടിട്ട് ഈ 10% സമയത്ത് മാത്രം അവിടെ പോയിരുന്നിട്ട് ബാക്കി ഇയാൾ എവിടെ പോയതാണ്? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വിവരം ഒന്ന് അറിയണമല്ലോ എന്ന് കൃത്യമായിട്ട് കണക്ക് കൂട്ടിയിട്ട്, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ലാതെ ഇതിൻ്റെ ബാക്കി ആധികാരികമായ രേഖ വല്ലതും വേണമല്ലോ. അങ്ങനെ വന്നപ്പോൾ ഞാനിതിനൊരു വിവരാവകാശം വെച്ചു. വിവരാവകാശം വെച്ച് ചോദിച്ച കാര്യം ഒന്ന്, പാലാ MLA ശ്രീ മാണി കാപ്പൻ കേരള നിയമസഭയിൽ കഴിഞ്ഞ 5 വർഷമായി ഉണ്ടായിരുന്ന ഹാജർ നില എത്ര? കഴിഞ്ഞ 5 വർഷത്തിൽ കേരള നിയമസഭ കൂടിയ ദിവസങ്ങൾ എത്ര? ശ്രീ മാണി കാപ്പൻ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷനുകൾ ഏതൊക്കെ, എത്ര എണ്ണം? ഇതോടൊപ്പം 50 രൂപയുടെ പോസ്റ്റൽ ഓർഡർ കൂടെ അയക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വിവരാവകാശം അങ്ങോട്ട് വെച്ചു. ഈ വിവരാവകാശം വെച്ചപ്പോൾ, ഇതുപോലത്തെ ഒരു വിവരാവകാശം തമിഴ്നാട്ടിൽ ഒരിക്കൽ വെക്കുമ്പോൾ ഈ MLA-മാരുടെ പ്രിവിലേജ് എന്ന പേരിൽ അവരുടെ ഹാജരോ അവരുടെ പെർഫോമൻസോ ഒന്ന് മാർക്ക് ചെയ്ത് ആളുകൾക്ക് കൊടുക്കുകയില്ല എന്ന് തമിഴ്നാട് നിയമസഭയുടെ ഒരു വിവരാവകാശത്തിന് മറുപടി ലഭിച്ചതുകൊണ്ട് കിട്ടാൻ സാധ്യതയില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു മറുപടി വന്നു. വളരെ ഗ്രാൻഡായ കവറിലും സംവിധാനത്തിലൊക്കെയാണ് മറുപടി വന്നത്. അത് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ശ്രീ സജി തോമസ് എൻ്റെ അഡ്രസ്സിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, സാർ വിഷയം എന്നെല്ലാം പറഞ്ഞിട്ട് മിന്നലോട്ട് അതിന് മറുപടികളായിട്ട് പറഞ്ഞേക്കാം. ഒന്ന്, നിയമസഭാ സമ്മേളന ദിവസങ്ങളിൽ സാമാജികരുടെ അറ്റൻഡൻസ് സംബന്ധിച്ച് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല. എന്നാൽ സഭാ സമ്മേളന ദിവസങ്ങളിലെ സാമാജികരുടെ അറ്റൻഡൻസ് കേരള നിയമസഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.niyamasabha.org members GIST ഓഫ് ബിസിനസ് സെഷൻസ് എന്ന ലിങ്കിൽ ഓരോ സമ്മേളന അടിസ്ഥാനത്തിൽ പരിശോധിക്കാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യത്തിന്, 15ാം കേരള നിയമസഭ 25 ഡിസംബർ 31 വരെ 15 സമ്മേളനങ്ങളിലായി 192 ദിവസം ചേർന്നിട്ടുണ്ട്. കൂടാതെ സഭയുടെ 16ാം സമ്മേളനം 2026 ജനുവരി 20 മുതൽ നടന്നു വരികയാണ്. ചോദ്യം 3, ശ്രീ മാണി കാപ്പൻ MLA ഉൾപ്പെടെ ഓരോ അംഗത്തിൻ്റെ സഭാ നടപടികളിലെ പങ്കാളിത്തം സംബന്ധിച്ച വിവരം MLA അടിസ്ഥാനത്തിൽ പ്രത്യേകമായി ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല. എന്നാൽ ഓരോ അംഗത്തിൻ്റെയും സമ്മേളന കാലയളവിലെ സഭാ നടപടികളിലെ പങ്കാളിത്തം സംബന്ധിച്ച കേരള നിയമസഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.niyamasabha.org members GIST ഓഫ് ബിസിനസ് സെഷൻസ് എന്ന ലിങ്കിൽ ഓരോ സമ്മേളന അടിസ്ഥാനത്തിൽ പരിശോധിക്കാവുന്നതാണ്. സഭാ നടപടികളെ പങ്കാളിത്തം സംബന്ധിച്ച് വിശദമായ വിവരം മുമ്പേ പറഞ്ഞ വെബ്സൈറ്റിൽ ഉണ്ട്. മേൽപ്പറഞ്ഞ കത്ത് ഇതിനകത്തുണ്ട് എന്നെല്ലാം പറഞ്ഞ് കൃത്യമായിട്ട് അവർ മറുപടി പറഞ്ഞിട്ടുണ്ട്. അവത്താൽ ഒപ്പിട്ടിരിക്കുന്നത് ഡിജിറ്റലി സൈൻ ബൈ സുരേശൻ C, ഡേറ്റ് 10/2/2026. അതിൻ്റെ സമയം 15:15:09. ഡെപ്യൂട്ടി സെക്രട്ടറിയാണ്. സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർ ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ ഒപ്പ് സഹിതമുള്ള സംവിധാനം നമുക്ക് കൈ കിട്ടി. അവർ നേരെ തരികയല്ല ചെയ്ത്, പിന്നെ അവർ പറഞ്ഞു അത് സൈറ്റിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ സൈറ്റിൽ നിന്ന് എടുക്കാനായിട്ടുള്ള ഇതിൽ നമുക്ക് വീണ്ടും കിട്ടി. 15ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം മുതൽ 16ാം സമ്മേളനം വരെയുള്ള ശ്രീ മാണി കാപ്പൻ MLA ഹാജർ നില താഴെ പറയും പ്രകാരമാണ്. 1ാമത്തെ സമ്മേളനത്തിൽ ആകെ 16 ദിവസം സമ്മേളിച്ചു. അങ്ങേര് 4 ദിവസം ഹാജരായിട്ടുണ്ട്. 2ാമത്തെ സമ്മേളനത്തിൽ 20 ദിവസം സമ്മേളനം ഉണ്ടായിരുന്നു, 12 ദിവസം ഹാജരായി. 3ാമത്തെ ഇതിൽ 30 ദിവസം ഉണ്ടായിരുന്നു, 19 ദിവസം ഹാജരായി.
നാലാമത്തെ 14 ദിവസം ഉണ്ടായിരുന്നു, 9 ദിവസം ഹാജരായി. അഞ്ചാമത്തെ 19 ദിവസം ഉണ്ടായിരുന്നു, 12 ദിവസം ഹാജരായി. ആറാമത്തെ 10 ദിവസം ഉണ്ടായിരുന്നു, 6 ദിവസം ഹാജരായി. ഏഴാമത്തെ 9 ദിവസം ഉണ്ടായിരുന്നു, 5 ദിവസം ഹാജരായി. എട്ടാമത്തെ 29 ദിവസം ഉണ്ടായിരുന്നു, 15 ദിവസം ഹാജരായി. ഒമ്പതാമത്തെ 18 ദിവസം ഉണ്ടായിരുന്നു, 7 ദിവസം ഹാജരായി. പത്താമത്തെ 12 ദിവസം ഉണ്ടായിരുന്നു, 9 ദിവസം ഹാജരായി. 11ാമത്തേത് 20 ദിവസം ഉണ്ടായിരുന്നു, 17 ദിവസം ഹാജരായി. 12ാമത്തെ 11 ദിവസം ഉണ്ടായിരുന്നു, 7 ദിവസം ഹാജരായി. 13ാമത്തേത് 22 ദിവസം ഉണ്ടായിരുന്നു, 19 ദിവസം ഹാജരായി. 14ാമത്തേത് 12 ദിവസം ഉണ്ടായിരുന്നു, 11 ദിവസം ഹാജരായി. 15ാമത്തേത് 1 ദിവസം ഉണ്ടായിരുന്നു, അന്ന് ഹാജരായി. 16ാമത്തേത് 12 ദിവസം ഉണ്ടായിരുന്നു, 9 ദിവസം ഹാജരായി. ഇത് റീന VR PN 176195 ജോയിൻറ്റ് സെക്രട്ടറി കേരള നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ സീലും വെച്ച് 28/2/2026 കിട്ടിയതാണ്. ഇത് നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പം 255 ദിവസം മൊത്തം സമ്മേളനം നടന്നിട്ടുണ്ട്. 162 ദിവസം ഇദ്ദേഹം ഹാജരായിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഹാജർ എന്ന് പറയുന്നത് 63.5%. നിയമസഭയുടെ സീലുള്ള പേപ്പറെ കിട്ടിയേക്കുന്നതാണ് 63.5%. ഇനി ഇദ്ദേഹത്തിൻ്റെ 1/6/21 മുതൽ 21/3/23 വരെ മാണസി കാപ്പൻ്റെ നിയമസഭയിലെ ഹാജരെന്ന് പറയുന്നത് 75%. 75%. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് 63.5% ഈ 2026 ഫെബ്രുവരി മാസം 28-ാം തീയതി വരെ ഉള്ള ലിസ്റ്റും പ്രകാരം കിട്ടിയത് പ്രകാരം 63.5% ഹാജർ മാണസി കാപ്പനുണ്ട്. ആദ്യത്തെ 2 വർഷത്തിൻ്റെ സമയത്തിനുള്ള ഹാജർ 75% ഹാജരുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പാലാക്കാരി ചേട്ടത്തി എന്നും പറഞ്ഞ ഒരു ചാനലിലാണ് ഇദ്ദേഹത്തിന് ഹാജർ 10% ഉള്ളെന്നും പറഞ്ഞ് വീഡിയോ വന്നത്. ഞാൻ എൻ്റെ വീഡിയോ മാണസി കാപ്പൻ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മാണസി കാപ്പൻ കാണുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന് ഞാൻ താങ്കളോട് അപേക്ഷിക്കുന്നു. കാരണം ഇതുപോലെയുള്ള വാർത്തകൾ ഉണ്ടാക്കി വിടുമ്പം പറയുന്നതിന് ഒരുവിധം ഒരു അന്തസ്സും ഒരു അഭിമാനവും ഒക്കെ വേണ്ടേ. ചുമ്മാ എന്നതേലും അടിച്ചു കയറ്റി വിടുമ്പോൾ ഒരു MLA യോട് പോലും ഇത് കൂട്ട് പറക്കായിക കാണിക്കാൻ ചാനലുകാർ ഇവിടുത്തെ അല്ലെങ്കിൽ ഫേക്ക് ചാനലുകാർ ധൈര്യപ്പെടുന്നെങ്കിൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്നതായിരിക്കും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ എന്നിട്ട് പിന്നെയും കൂടുതൽ ഈയിടെ എല്ലാം പ്രചരിക്കുന്ന പല വാർത്തകളും ഉണ്ട്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എടുത്തതുകൊണ്ടാണ്. കാരണം കുറച്ച് ദിവസം ഞാൻ വിവരാവകാശവും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ പുറകെ നിന്നതാണ്. എന്നിട്ട് പറയുന്നത് പാലാ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു വികസനവും നടന്നിട്ടില്ലെന്നാണ് പറഞ്ഞു വെക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു MLAക്ക് നിയമപരമായിട്ട് കിട്ടാവുന്നത് ഒരു മണ്ഡലത്തിലേക്ക് ഒരു വർഷം 5 കോടി രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു MLAക്ക് ഒരു വർഷം 5 വർഷം കൊണ്ട് കിട്ടേണ്ടത് 25 കോടിയാണ്. ഈ 25 കോടി കിട്ടേണ്ട സ്ഥാനത്ത് 244.15 കോടി കൃത്യമായിട്ട് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ മാണസി കാപ്പൻ മണ്ഡലത്തിൽ ചിലവാക്കിയിട്ടുണ്ട്. പാലാ ടൗണിൽ ചിലവാക്കിയിട്ടില്ലായിരിക്കും. അതിൻ്റെ പുറകെ വേറെ കാരണങ്ങളും കാണും. ചിലവാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവാക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ കിട്ടണ്ടേ. എന്നാൽ ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്ക കല്ല് വരുന്ന ഭാഗങ്ങളിലൊക്കെ ധാരാളം പണം ഇറക്കിയിട്ടുണ്ട്. എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത് ഈ സൈബർ മേഖലയിൽ ആസൂത്രിതമായ ആക്രമണങ്ങൾ, തട്ടിപ്പുകൾ, ഫേക്കായ വാർത്തകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇറക്കി വിടുന്നത് വോട്ടർമാർ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ 250 കോടി രൂപ അടുത്ത് 244.15 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മാക്സിമം ചെയ്യാവുന്ന സ്ഥാനത്ത് 250 കോടിയുടെ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് തന്നെ ഫേക്കാണ്. അതിൻ്റെ പുറത്ത് ഹാജരില്ല എന്ന് പറയുന്നതും ഫേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കിക്കോ, മാണസി കാപ്പനെ പേടിക്കുന്ന ആരാണ്ടൊക്കെ പാലായിലുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള വാർത്തകൾ ഇറക്കി വിടുന്നത്. 10% ഹാജരെ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ പലരോടും പറഞ്ഞു, ഈ മാണസി കാപ്പൻ എന്ന് പറയുന്ന MLAക്ക് 10% ഹാജരെ ഉള്ളെങ്കിൽ കൃത്യമായിട്ടും അയാളെ ഇനി ജയിപ്പിക്കരുത്, അതിനുള്ള പണി എടുക്കണം എന്ന് തന്നെ തീരുമാനിച്ചിരുന്നു. എന്നോട് ചോദിച്ചോട്ടൊക്കെ ഞാൻ പറഞ്ഞു 10% ഹാജരെ ഉള്ളെങ്കിൽ ഇയാളെ തോപ്പിക്കണം എന്ന് പറഞ്ഞ് തന്നെ ഞാൻ വീഡിയോ ചെയ്തേനെ. എന്നാൽ ഇപ്പോൾ പറയുന്നു 63.5% ഹാജരുണ്ട്. അത് നിയമസഭയിലെ റീന VR എന്ന് പറയുന്ന ജോയിൻറ്റ് സെക്രട്ടറി കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് ഒപ്പും സീലും വെച്ച് തന്ന പേപ്പറെ കിട്ടിയേക്കുന്ന. ഇനി ജോസ് കെ മാണിയുടെ ഹാജർ പറയാം. ജോസ് കെ മാണിയുടെ ഹാജർ ടോട്ടൽ അറ്റൻഡൻസ് 69%, ബഡ്ജറ്റ് സെഷൻ 2024 89%, വിൻ്റർ സീസണിൽ 23 43%, മൺസൂൺ സെഷൻ 2022 75%, വിൻ്റർ സെഷൻ 2022 85%. അങ്ങനെ എല്ലാം കൂടെ അങ്ങേർക്കുള്ളത് ആവറേജ് 69%. രാജ്യസഭാ MP ആണ്, അങ്ങേർക്കുള്ളത് 69%.
ഇനി ഷോൺ ജോർജിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അങ്ങേര് നിയമസഭയിലും രാജ്യസഭയിലും ലോക്സഭയിലും ഒന്നും ജയിച്ചല്ലാത്തൊരു മനുഷ്യനായതുകൊണ്ട് നമ്മൾ എവിടുന്ന് ഹാജരെടുക്കുന്നത്? അതുകൊണ്ട് അങ്ങേരുടെ കാര്യം നമുക്കറിയത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫേസ്ബുക്കിലൊക്കെ വരുന്ന പാലാക്കാരി ചേട്ടത്തിയെന്നും ആൻറ്റിയെന്നും അങ്കിളെന്നും അലങ്കോലെന്നും ഒക്കെ പറഞ്ഞു വരുന്ന സൈസ് ഈ ഫേക്ക് ചാനലിൽ കൂടെ വരുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കരുത്. മണ്ഡലത്തിൽ 244.15 കോടിയുടെ വികസനങ്ങൾ ചെയ്തിട്ടുള്ളതിനെ കണക്കുണ്ട്. ഹാജർ 63.5% ഹാജര് മാനസി കാപ്പനുണ്ട്. ആർ വോട്ട് ചെയ്യുന്നോ ആര് ജയിക്കുന്നു എന്നുള്ളതല്ല, പക്ഷേ സത്യം ജനം അറിഞ്ഞിരിക്കണം എന്നുള്ള താല്പര്യത്തിലാണ് ഈ വീഡിയോ ഞാൻ ജനത്തിൻ്റെ മുമ്പിലേക്ക് വിടുന്നത്. നിങ്ങൾ സത്യം മനസ്സിലാക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.